ഈശ്വറിനെതിരെ യൂട്യൂബറും ബിഗ് ബോസ് മലയാളം സീസൺ 6 മത്സരാർത്ഥിയുമായ സായി കൃഷ്ണ. ഹണി റോസ് ബോബി ചെമ്മണ്ണൂർ വിവാദത്തിൽ ലൈംലൈറ്റിൽ നിൽക്കാനാണ് രാഹുൽ ഈശ്വർ ശ്രമിക്കുന്നതെന്ന് സായി കൃഷ്ണ പറഞ്ഞു. സീക്രട്ട് ഏജന്റ് എന്ന തന്റെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. സായി കൃഷ്ണയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഹണി റോസ് ബോബി ചെമ്മണ്ണൂർ രാഹുൽ ഈശ്വർ വിവാദങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മനോരമ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ഹണി റോസ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ പ്രകോപിതനായി രാഹുൽ ഈശ്വർ ലാപ്ടോപ്പും പൊക്കിപ്പിടിച്ച് വീഡിയോ ചെയ്തു. വസ്ത്രധാരണം എന്ന് പറയുന്നത് ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അത് ആ വ്യക്തിക്ക് അയാൾ കംഫർട്ടബിൾ ആകുന്ന രീതിയിൽ പബ്ലിക്കിന് മുന്നിലേക്ക് ധരിച്ചു പോകാം. അതിൽ വേറൊരാൾ കണ്ണുവച്ച് ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവളുടെ വസ്ത്രം ശരിയല്ല എന്ന് പറയുമ്പോൾ അവിടെ സദാചാരമാണ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് കംപ്ലീറ്റ് ന്യൂഡിറ്റി അല്ലെങ്കിൽ അതുപോലുള്ളവ പബ്ലിക്കിൽ വന്ന് കാണിക്കുമ്പോഴാണ് നിയമലംഘനമാകുന്നത്. ഇവിടുത്തെ ഷോപ്പിൽ വിൽക്കുന്ന പ്രൊഡക്റ്റുകളാണ് വസ്ത്രങ്ങൾ. സെലിബ്രിറ്റീസ് ആണെങ്കിലും നമ്മളാണെങ്കിലും അതിട്ടാണ് പുറത്തിറങ്ങുന്നത്. ഇതിന് അളവുനൂല് സ്കെയിലും പിടിച്ച് എത്ര പൊക്കക്കുറവുണ്ട്, ശരീരത്തിന്റെ ഏതൊക്കെ ഭാഗം ഈ വസ്ത്രം ധരിക്കുമ്പോൾ പുറത്ത് കാണുന്നുണ്ട് എന്ന് നോക്കി രാഹുൽ ഈശ്വരൻ ടീമും ഇറങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് സ്വാതന്ത്ര്യമൊന്നും വേണ്ടേ? ഹണി റോസിന്റെ ഇഷ്ടമാണ് അവർ എന്താണ് ധരിക്കേണ്ടതെന്ന്. അതിൽ അഭിപ്രായം പറയുന്നത് മാന്യതയുടെ അതിർവരമ്പ് കാത്തുസൂക്ഷിക്കണം. രാഹുൽ ഈശ്വറിനെ പോലുള്ളവർ മാന്യതയുടെ ലൈൻ കീപ്പ് ചെയ്തിട്ടും അതിലൂടെ ഒളിച്ചു കടത്തുന്ന ഒരുതരം ബുള്ളിയിങ് പരിപാടിയുണ്ട്. അതാണ് ഇവിടെ കൃത്യമായി ഹണി റോസ് പറഞ്ഞത്. സഭ്യമായ മാന്യമായ ഭാഷയിലാണെങ്കിൽ പോലും നമ്മളെ വേറൊരാൾക്ക് പിടിച്ചു കൊടുത്തിട്ട് ഇന്ന് വലിച്ചു കീറിക്കൂ എന്ന് പറയുന്ന വിരുദ്ധന്മാരുണ്ട്. അത് കൃത്യമായി രാഹുൽ ഈശ്വറിന് കൊള്ളുകയും ചെയ്തു. അതിന് മറുപടിയായി രാഹുൽ വീഡിയോ ചെയ്യുകയും ചെയ്തു. ഹണി റോസ് പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കാലം മുന്നോട്ട് പോകും തോറും ഓരോ മാറ്റങ്ങൾ വരും. ആ മാറ്റങ്ങൾ നമ്മളുടെ ലൈഫ് സ്റ്റൈലിലും വസ്ത്രത്തിലുമെല്ലാം വരും. സദാചാരമാണ് ഞാൻ ഈ വസ്ത്രമേ ധരിക്കൂ എന്ന് പറഞ്ഞിരിക്കാൻ പറ്റുമോ? വസ്ത്രത്തിലുള്ളതല്ല ഇവരുടെ സദാചാരം. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന തോന്നലാണ് ഇതിനൊക്കെ കാരണം. വസ്ത്രധാരണത്തിന്റെ പേരിലൊക്കെ റിവേഴ്സ് ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുന്ന രാഹുൽ ഈശ്വർ ഹണി റോസ് പറഞ്ഞത് എന്നെക്കുറിച്ചാണെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തു. മെജോറിറ്റിയുടെ കൂടെ നിന്ന് കയ്യടി വാങ്ങുക എന്നതാണ് രാഹുൽ ഈശ്വറിന്റെ പരിപാടി. ഇങ്ങേക്ക് സ്വന്തമായ അഭിപ്രായമല്ല പറയാനുള്ളത്. മെജോറിറ്റി എവിടെയാണോ നിൽക്കുന്നത് അവിടെ കുറിച്ച് സദാചാരം കൂടിയുണ്ടോ എന്നൊക്കെ നോക്കിയാണ് കാര്യങ്ങൾ പറയുന്നത്. കേരളത്തിലെ മെജോറിറ്റി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയെ കമന്റ് ബോക്സ് ആണോ? രാഹുൽ ഈശ്വർ വന്ന ശേഷം കമന്റ് ബോക്സിലെ മുഖമില്ലാത്തവരുടെ മുഖമായി എന്നതാണ് സത്യം. എല്ലാ കാര്യത്തിലും കമന്റ് ബോക്സ് നോക്കൂ എന്നാണ് പറയുന്നത്. ഒരു പോസ്റ്റ് ഇട്ടാൽ രാവിലെ മുതൽ കമന്റ് ബോക്സ് നോക്കിയിരിക്കലാണോ ഇദ്ദേഹത്തിന്റെ പണി? ഹണി റോസ് നേരിട്ട സൈബർ ഹറാസ്മെന്റ്സിന് കാരണം ഒരു വ്യക്തിയുടെ പല പരാമർശങ്ങളുമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ നിയമപരമായി കേസ് കൊടുക്കുകയല്ലേ ചെയ്തത്. അല്ലാതെ കൊട്ടേഷൻ കൊടുത്ത് ബോച്ചയെ തീർക്കാൻ ആളെ പറഞ്ഞു വിട്ടൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിനെയും രാഹുൽ ഈശ്വറിനെയും വീട്ടിൽ വിളിച്ചു വരുത്തി ലഡു കൊടുത്തിട്ട് ഇനി ഇങ്ങനെ പറയരുത് കേട്ടോ എന്ന് പറയണമായിരുന്നു. അവർക്ക് നിയമപരമായി നീങ്ങാൻ തോന്നി. അത് വളരെ കൃത്യമായി ചെയ്തു. അവർക്കതിന് കൃത്യമായ കാരണമുണ്ട്. ബോച്ച നിർത്തിയതൊക്കെ വീണ്ടും ഇരുന്ന് പറയുകയാണ് രാഹുൽ ഈശ്വർ. അത് കേൾക്കുന്നവർക്കേ അതിന്റെ വിഷമം മനസ്സിലാവൂ. ബോച്ച ജയിലിൽ പോയപ്പോൾ രാഹുലിനുണ്ടായ വിഷമത്തിന്റെ ഇരട്ടി കാണില്ലേ ഒരു പെൺകുട്ടിക്ക് നേരെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഓരോന്ന് വിളിച്ചു പറയുമ്പോൾ? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കയ്യടി കിട്ടണമെന്നുള്ളതാണ് കാരണമെന്ന്. ബോബി ചെമ്മണ്ണൂർ ഇതിനിടയ്ക്ക് കുംഭമേള വൈറൽ താരമായ മൊണാലിസയെ കോഴിക്കോട് കടയുടെ ഉദ്ഘാടനത്തിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിന് രാഹുൽ ഈശ്വർ കൊടുത്ത തംബ്നെയിൽ ബോച്ചെ മൊണാലിസ തരംഗം ഹണി റോസ് കാണുന്നുണ്ടല്ലോ അല്ലേ എന്നായിരുന്നു. എന്തിനാ ഹണി റോസിനെ കാണിക്കേണ്ട കാര്യം? ഇങ്ങനെ തംബ്നെയിൽ ഇടേണ്ട കാര്യം എന്താണ്? നിങ്ങൾ വീണ്ടും വീണ്ടും ഹണി റോസിന് പിന്നാലെയാണ് പോകുന്നത്. അവർ നിങ്ങളെ പേരെടുത്തു പോലും പറയുന്നില്ല.